പടത്തിന് സുജന പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. അപ്പം വലിയ പടത്തിന് വേണ്ടി സ്ട്രൈക്ക് മാറുകയും ചെറിയ പടങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. ഞാൻ പറയുന്നത് വെച്ചാല് ഈ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഏത് സിനിമയിൽ വീട്ടിൽ വർക്ക് ചെയ്യുന്നവർക്കും വലിയ ആൾക്കാർ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരേ ബാറ്റാണ്. നമ്മൾ ചെറിയ സിനിമ ബാറ്റ് കുറച്ച് തരില്ല. അപ്പോൾ ഈ ചെറിയ പടമാണോ വലിയ പടമാണോ തീരുമാനിക്കേണ്ടത് നമ്മളാണോ അല്ലെ സംഘടനകളോ അല്ല, പ്രേക്ഷകരാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളാണ് അതിനൊരു ഉത്തരം പറയേണ്ടത്. ഇത് ചെറിയ പടമാണ്, ഇത് എഴുതി അങ്ങനെയൊന്നുമില്ല. തിയേറ്ററിൽ വന്നതിന് ശേഷമാണ് ഇത് ചെറിയ പടമാണോ ഇത് വലിയ പടമാണോ ഇത് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. അത് നമ്മൾ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. എല്ലാവരും എക്സൈറ്റഡോടെ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. അതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് എന്ന് പറയാമോ? അപ്ഡേറ്റ്സ് ഏപ്രിൽ 11-നാണ് റിലീസ്. ഏപ്രിൽ 11-നാണ് റിലീസ്. അല്ലാതെ ജസ്റ്റ് അതിൽ വർക്ക് ചെയ്തതിന്റെ ഒരു എന്താ പറയുക, അത്രയും ആർട്ടിസ്റ്റുകളുമായിട്ട് ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു വലിയൊരു സിനിമയാണ്. എല്ലാവരുമായിട്ടില്ല. എനിക്ക് ഞാൻ വർക്ക് ചെയ്തത് പ്രണവായിട്ടും കല്യാണിയായിട്ടും അർജുൻ ചേട്ടനൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് അവരുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനായിരുന്നു. പിന്നെ ബാക്കി ഇത്രയും പേരുടെ ഇത്രയും ലിസ്റ്റ് ഇത് നമ്മുടെ പേരും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രണവായാലും കല്യാണിയായാലും ഞെട്ടിക്കോ? ഹൃദയത്തെക്കാളും എക്സ്പെക്ടേഷനുള്ള ഒരു ചിത്രമാണ്. ശരിക്കും ഞെട്ടിക്കോ? അതിപ്പോ നിങ്ങൾ കണ്ടിട്ട് ഞെട്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കണം. മാർച്ച് 1 ചിത്രം റിലീസാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാൻ പറ്റുള്ളത്? ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ വളരെ ആസ്വാദികരമായിട്ടുള്ള ഒരു ഒന്ന് തന്നെയാണ്. പിന്നെ ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്ന ടെക്നിക്കൽ സൈഡിനെ പറ്റി പറയണം. ഞാൻ ഈ സിനിമയിലേക്ക് വരാനുള്ള ഏറ്റവും പ്രധാന കാരണങ്ങളും ഈ പറഞ്ഞ പോലെ ഇതിന്റെ ക്യാമറ ചെയ്ത അൻസർ ഷായാണ്. അൻസർ ഷാ ഇഷ്ക്, മൂൺ വോക്ക് എന്ന് പറയുന്ന സിനിമകൾ, ഇതുപോലുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. രാജീവ് രവി സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അജ്മൽ ഹസ്ബുള്ള, പുരുഷപ്രേതവും എല്ലാം ചെയ്തിട്ടുള്ള അജ്മലും പിന്നെ അങ്കിത് മേനോനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അങ്കിത്താണ്. അങ്കിത്ത് ഈ പറഞ്ഞ പോലെ ജയഹീം അതുപോലെ ഒരുപാട് നല്ല സിനിമകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ രഞ്ജിത്തേട്ടൻ വേണു സാറിന്റെ ഒരുപാട് സിനിമകളിൽ അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിഷ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള നിസാമക്ക സക്കറിയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് ആളുകൾ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒരു വളരെ ക്വാളിറ്റി ഔട്ട്പുട്ട്, ഒരു ക്വാളിറ്റി സിനിമ എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ളത്. ആ പേരില് അതിന്റെ ഒരു പ്രസക്തി പോലെ തന്നെ, ആ പേരിലെ ഒരു കൗതുകം പോലെ തന്നെ ഒരു കൗതുകം ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും